നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വരുന്ന ഫീച്ചർ, ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയാം, കൂടാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കുറയുകയോ കൂടുകയോ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കടം എടുത്തിട്ടുണ്ടായിരുന്ന ആ കടത്തിൻ്റെ ഇൻട്രസ്റ്റ് കൂടാം, ടാക്സ് കൂടാം. അങ്ങനെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. ആ ഒരു അൺസർട്ടൈനിറ്റിയിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്, റിസ്ക് അറൈസ് ചെയ്യുന്നത്. റിസ്ക് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. ഏതൊരു ബിസിനസ് എടുത്താലും റിസ്കിൻ്റെ ഒരു ചെറിയ എലമെൻറ്റെങ്കിലും ഉണ്ടായിരിക്കും. റിസ്കിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ റിസ്ക് ഒരു ബിസിനസ്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താ, ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. നമ്മൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് ചൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ലാർജ് സ്കെയിലാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, കൂടുതൽ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ ആണെന്ന് എന്തുണ്ടാവും, നമുക്ക് എന്തുണ്ടാവും, ടെക്സ്റ്റൈൽ ഗുഡ്സ് ഒക്കെ വിൽക്കുന്ന സാധനമാണെങ്കിൽ അവർക്ക് കൂടുതൽ റിസ്ക് ഉണ്ടായിരിക്കും. അതേപോലെ പല ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോംസ് മാറുന്നതിനനുസരിച്ച് ഈ റിസ്കിലുള്ള ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെന്താ, പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിങ്ങിന്. നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ സഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, അവിടെ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ. നമ്മൾ എത്രത്തോളം റിസ്ക് ടേക്ക് ചെയ്യുന്നോ അതിന് നമുക്ക് കിട്ടുന്ന റിവാർഡാണ് എന്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആ റിസ്ക് നമ്മൾ ബെയർ ചെയ്തേ പറ്റുള്ളൂ. നോ റിസ്ക് നോ ഗെയിൻ.